എല്ലാവർക്കും 1 2 3 ബൂമറാങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എന്താ ചെയ്യാൻ പോയി പറയാം, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സമൃദ്ധം കുറേ ഇങ്ങനെ തരങ്ങളാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ആക്കലൊന്നുമില്ല, അങ്ങനെ ഒരുപാട് തരങ്ങളാക്കുമൊന്നുമില്ല. ഒരു കറി, ഒരു ചോറ്, ഒരു ഉപ്പേരി, അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ പിടിക്കാൻ. ദോശയാണെങ്കിൽ ദോശ, കറി, അത്ര അങ്ങനെ. അപ്പോൾ ഇത് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ തന്നെ എണീറ്റിട്ട് രാവിലെ നമസ്കാരം ചിലപ്പോൾ രാവിലെ പോവും, 5 മണിക്ക് പോവും, ചിലപ്പോൾ 7 ഈ 7 പോകുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. 5 മണിക്ക് ആ സമയം പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കില്ല, കാരണം അത്ര ഹെവി ആയിട്ടൊന്നും അങ്ങനെ ഫുഡ് ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എനിക്ക് കൈ കടയാണ്, ഞാൻ ഇതെവിടെയും വെക്കട്ടെ. അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ചിലപ്പോൾ ദോശ ചൂടും, ചിലപ്പോൾ റൊട്ടി മറ്റേ പച്ചരീൻ്റെ നീർദോശ ചൂടും, ചിലപ്പോൾ ചപ്പാത്തി, പൂരി, എന്താണോ അന്നേരത്തെ മൂഡ് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കും. ക്യാമറ ഇവിടെയുള്ളത് ഇപ്പുറത്ത് നോക്കിപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ടല്ലോ അത് ചെയ്യണം. അപ്പോൾ ആ പ്ലാനിലിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോൾ ഞാനൊരു കാര്യം പറയണം, എന്താ വെച്ചാൽ എനിക്കെല്ലാം ഈ ഫുഡ് ഞാനിപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നുതരാം. ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ മാത്രം ഒരു സ്പേസ് എനിക്ക് സമയം കിട്ടില്ല, കാരണം ഞാൻ വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളെ സ്കൂള് പഠിപ്പിക്കൽ അങ്ങനെ അങ്ങ് പോകും. ഉമ്മയാണ് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ മറ്റേ വൈബ് വരുന്നത്. എന്താ വൈബ് എന്നറിയാം? ഒരു പാട്ട് മറ്റേ സുജാതയാണ് ഫിലിം, മഞ്ജു വാര്യറിൻ്റെ പാട്ടാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, ആണെന്ന് തോന്നും. ഇതിൽ മിക്സി അരക്കുമ്പോഴും മറ്റേ കടലൊക്കെ കറി വെക്കുമ്പോൾ എന്ത് വരില്ല, ഇവിടെ ഒരു വെള്ളത്തിൻ്റെ റമ്മുണ്ട്, ഈ വെള്ളത്തിൻ്റെ റമ്മിൽ വെള്ളം ഇങ്ങനെ മറ്റേ ജഗ്ഗിലേക്ക് വെള്ളം എടുക്കും, എല്ലാം ഈ വൈബ് ഈ പാട്ടിൻ്റെ. ഏത് ജീവിതം പരീക്ഷയെന്ന് പുഞ്ചിരിച്ച് തെരുവേ ജീവിതം പരീക്ഷയെന്ന് നേരറിഞ്ഞ് പുഞ്ചിരിച്ചു, ഉള്ളിലാശിച്ചൊരുന്നമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ എത്രയും ദൂരമോ അത്രയും നേരമോ. അങ്ങനെ അതിങ്ങനെ കയറിടോ. സത്യം നമ്മളെന്ത് ചെയ്യും, ആ സാധനം ഇങ്ങനെ കയറുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അതിടാലോ, സെറ്റല്ലേ? അപ്പോൾ രാവിലത്തെ രവാസ്ക്ക് പോകുമ്പോൾ കഴിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യും, നമ്മൾ കഴിക്കുന്നത് കൂടി വരാം. അപ്പോൾ ഫുഡ് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ രാവിലത്തെ നാസ്ത. ഇതാണ് ദോശയും കടലൻ്റെ കറിയും, അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കട്ടനും. ഓക്കെ, ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. ഇത് കഴിച്ച് നേരെ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിയിലിട്ട് പോകണം. ബൈ ബൈ. ഞാനിതിങ്ങനെ വീഡിയോൻ്റെ എല്ലാം പ്ലാൻ ചെയ്ത് രാവിലെ എടുത്ത് അത് പിന്നെ ഫോൺ ഓഫാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ നവാസ്കിൻ്റെ നമ്മൾ പോയി കഴിഞ്ഞാൽ താമസിക്കുന്ന ഒരു റൂമുണ്ടല്ലോ, ഞാൻ കാണിച്ചെന്ന ആ വില്ല പോലത്തെ അവിടെയുള്ള റൂംമേറ്റ് 2 ആളാണ് അവിടെ ഒരു റൂമിൽ നിൽക്കുന്നത്, നവാസ്കിൻ്റെ ഫ്രണ്ടും. അപ്പോൾ അയാൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന, നമുക്ക് കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ മരത്തിലുണ്ടായ ഈ മുസംബി ഇതെല്ലാം ഇവിടെ ഉണ്ടായതാട്ടോ, കാണുന്നുണ്ട് നിങ്ങൾ ഇതാ, ഈ മുസംബി എല്ലാം കൊണ്ടുതന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാലിങ്ങനെ നിൽക്കും, അടുക്കളയിൽ നിൽക്കുമ്പോൾ അയാൾ വന്ന് ഒരു സാധനം കൊണ്ടുത്തന്നു കേട്ടോ. എന്താ സാധനം എന്നുള്ളത് നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഇതിലാണ് സാധനം ഉള്ളത്. ഇതുകൊണ്ട് ഞാൻ നേരെ മക്കളെടുത്ത് ചെല്ലട്ടെ. മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണ് കണ്ടേ? കണ്ട ഞെട്ടു, നിങ്ങൾ ഞെട്ടു നിറ ഞെട്ടു. അപ്പോൾ ഇവിടെ ഇരിക്കും. അപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ട് ഞെട്ടിക്ക്, ഇവർ കണ്ടിക്കില്ല ഗൈസ്, ഇവർ കണ്ടിക്കില്ല, നിങ്ങളും ഞെട്ടും. അപ്പോൾ കാണട്ടെ അല്ലേ? നീ കാണുന്നില്ല, എങ്ങോട്ട് വാ, കണ്ടു ചേർത്തല്ല. ഞെട്ടെന്ന് പറഞ്ഞാൽ ഞെട്ടു, അടുക്ക് മോനെ ഞെട്ടി ഗൈസ്, മോനെ ഞെട്ടി അടുക്കിട്ട് കെട്ടെ. Oh my God! ഇതാണ് ഗൈസ്, സമ്മാനമായി തേനാണ് കിട്ടിയിരിക്കുന്നത്.
ഗൈസിനെ ഇത് നല്ല ഫ്രഷ് തേനാണ്. ഞാനിത് കഴിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് കിട്ടിയത് എന്താണെന്നറിയില്ലേ? ഇതാ തേനാണ് ഗൈസ്. തേന്, ഫ്രഷ് തേന്. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. എൻ്റെ റബ്ബേ, അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്. തേനീച്ചുണ്ടോന്ന് അറിയില്ല ഗൈസ്. പക്ഷെങ്കിൽ ഇതാ ഫ്രണ്ട് കൊണ്ടു തന്നെയാ. നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് സ്ക്വീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിന്ന് തേൻ കിട്ടും ഗൈസ്. നിങ്ങൾ കാണുന്നില്ല, ഇത് ക്ലിയർ ഇല്ലാണ്ട് പറയണേ. കഷ്ണം ഗൈസ് ഒലിക്കുന്നു ഗൈസ്. ഞാൻ തേനെ കഷ്ണത്തെ പൊട്ടിച്ചിട്ട് ഫ്രഷ് തേന്. നമ്മളെ നാട്ടിൽ കിട്ടുന്നത് ഇത് ഗൈസ് ഒലിക്കുന്നു ഗൈസ്. എന്ത് ടേസ്റ്റ് ഉണ്ടോ നടത്തിയ ഇങ്ങനെ എടുക്കാൻ എന്നോട് എപ്പോഴാ പറയില്ല. അയ്യോ ഭയങ്കര മധുരം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം തിന്നിട്ട് ഭയങ്കര മസ്തം. ഇതാ നിങ്ങൾ ശരിക്കും കാണുന്നില്ലേ തേനൊലിച്ച് പോന്നെ? തേനൊലിച്ച് പോവാണേ. തൊടല്ല അത്രയും നല്ലോണം തേനുണ്ട്. തേനീച്ചൊന്നുമില്ല. ഇവിടുത്തെ കൃഷിയാ കേട്ടാ. നമ്മൾ ചോറ് തിന്നാൻ പോവാണേ. ചോറിൻ്റെ സാധനം കാണിച്ചില്ല. ചോറ് ഇസ് റെഡി ഗൈസ്. ചെമ്മീൻ പൊരിച്ചത്, ബീൻസും ക്യാരറ്റ് ഉപ്പേരി, കടല റോസ്റ്റ്, തൈര്, അച്ചാറ്, ചെമ്മീൻ കറി, പപ്പടം. ചോറ് കഴിക്കാമല്ലേ? അപ്പോൾ ഗൈസ് ചായ കുടിക്കേണ്ട സമയമില്ല. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇച്ചിരി വെറൈറ്റിക്ക് വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കടലിൻ്റെ അടുത്തൊരു ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. ചായൻ്റെ കടിയും എടുത്തിട്ട് നേരെ അടുത്തേക്ക് പോയി കുടിക്കാം. വീഡിയോ അവിടെ നിന്ന് കാണാം കേട്ടോ ഗൈസ്. സാധനങ്ങൾ എടുത്തിട്ട് ആ ഡബ്ബ എന്താണെന്നറിയാം, തൈരല്ല കേട്ടോ. അതിൽ ഞാൻ ബ്രെഡ്. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടലിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടതിൻ്റെ ഇത് സംസാരിച്ച്. അപ്പോൾ ഒരിക്കലിങ്ങനെ നമ്മൾ വ്ളോഗിൽ വരണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ കുറച്ച് മേക്കപ്പിൽ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കാത്തിക്കാം. അപ്പോൾ നമ്മളെ കുട്ടികളിവിടെ റെഡിയാണ്. നമ്മൾ ന്യൂട്രലാക്കിയിട്ട് ബ്രെഡും അതുപോലെ തന്നെ കിരിവിരി മുറുക്കും ഹോർലിക്സും. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ ഗൈസ്. ബൈ ബൈ. ഇതാണ് നമ്മളുടെ കടൽ തീരം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ വന്നല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ ഇതിന് കൊടുത്ത സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. വെച്ചാൽ രാത്രി തിന്നാനുള്ള ഫുഡെല്ലാം കൊണ്ടുവച്ച് നമ്മളെല്ലാവരും ഇരുന്നങ്ങ് തിന്ന് മറന്നുപോയി. പുതിയൊരു വീഡിയോയിലിട്ട് വരുന്നവരെ ബൈ ബൈ.